ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമന്നാരായണീയത്തിലെ ആദ്യത്തെ ദശകമായ ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും അതിലെ 1 തൊട്ടിട്ട് 6 വരെയുള്ള ശ്ലോകങ്ങൾ ഇതിനകം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്ന് ഞാൻ 7ാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കഷ്ടാദി സൃഷ്ടിചേഷ്ട ബഹുധര ഭവഖേദാവഹാ ജീവഭാജാ ഇത്യേവം പൂർവമാലോചിതമചിതമയാ നൈവ മധ്യാപി ജാനേ. നോ ചേത് ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. കഷ്ടാദേ സൃഷ്ടിചേഷ്ട. തേ സൃഷ്ടിചേഷ്ട കഷ്ട. തേ അങ്ങയുടെ. സൃഷ്ടിചേഷ്ട സൃഷ്ടി നടത്തുക എന്നുള്ള ആ ചേഷ്ട, ആ കർമ്മം. കഷ്ടം തന്നെയാണ്. അങ്ങ് ഈ സൃഷ്ടി നടത്തിയത് കഷ്ടം തന്നെയാണ് എന്ന് പറയണം. എന്തുകൊണ്ടാണെന്ന് പറയുന്നു. ബഹുധര ഭവഖേദാവഹാ ജീവഭാജാം. ബഹുധര പറഞ്ഞ പലതരത്തിലുള്ള. ഭവഖേദം പറഞ്ഞാണ് സംസാര ദുഃഖം. ഭവഖേദാവഹ സംസാര ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. ജീവഭാജ ഈ ഭൂമിയിൽ ഈ ജീവൻ എടുത്തവർക്ക്, ജന്മം കിട്ടിയ ഈ ജീവജാലങ്ങൾക്കൊക്കെ എന്തുണ്ടാവുന്നു? അങ്ങ് ഇങ്ങനെ ഈ സൃഷ്ടി നടത്തുന്നത് കാരണം എന്തുണ്ടാവുന്നു? ദുഃഖങ്ങളും ക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അങ്ങ് ഈ സൃഷ്ടി നടത്തിയത് കൊണ്ടാണ് ഇനി ഉണ്ടാകുന്നത്. അതുകൊണ്ട് കഷ്ടം തന്നെയാണ് അങ്ങിങ്ങനെ സൃഷ്ടി നടത്തുന്നത് എന്ന് പറയുകയാണ്. ഇത്യേവം പൂർവമാലോചിതമചിത. ഇത്യേവം ഇതി പ്ലസ് ഏവം ഇപ്രകാരം. പൂർവം ആലോചിത മചിത. പൂർവം പ്ലസ് ആലോചിതം പ്ലസ് അചിത. പൂർവം പറഞ്ഞ മുമ്പ്, ആലോചിതം ആലോചിച്ചിരുന്നു, മുമ്പ് ഞാൻ ആലോചിച്ചിരുന്നു. ഈ സൃഷ്ടി നടത്തുന്നത് വളരെ കഷ്ടം തന്നെയാണ് എന്ന് ഞാൻ മുമ്പ് ആലോചിച്ചിരുന്നു. കാരണം ഈ സൃഷ്ടി കിട്ടിയിട്ട് ഭൂമിയിലേക്ക് ജന്മം കൊണ്ടുവരുന്ന ആളുകളുടെയൊക്കെ ദുരിതങ്ങളും പ്രയാസങ്ങളും ക്ലേശങ്ങളും ആദിവ്യാധികളും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താണ് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നു, എന്താണ് ഈ സൃഷ്ടി നടത്തിയത്. അങ്ങ് ഇങ്ങനെ സൃഷ്ടി നടത്തുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ ആൾക്കാർക്കൊക്കെ ദുഃഖവും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ സൃഷ്ടി നടത്തുന്നത് കഷ്ടം തന്നെയാണ് എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു, ആലോചിച്ചിരുന്നു എന്ന് പറയുകയാണ്. അജിത പറഞ്ഞാൽ ഭഗവാനെ വിളിക്കുകയാണ്. അജിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആരുടെ മുമ്പിലും തോൽക്കാത്തവൻ. ആ ഭഗവാനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. പ്രേമം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ജയിക്കാൻ, പ്രേമിക്കാൻ പറ്റും അല്ലേ? അല്ലാതെ നമുക്ക് ആർക്കും ആ ഭഗവാനെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. ആരുടെ മുമ്പിലും തോൽക്കാത്തവനാണ് ഭഗവാൻ. അജിത. മയാ നൈവമധ്യാഭിജാനേ. മയാ എന്നാൽ, നൈവമധ്യാഭിജാനേ. ന പ്ലസ് ഏവം പ്ലസ് അദ്യ പ്ലസ് അഭിജാനേ. അദ്യ ഇന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഞാൻ അങ്ങനെയൊന്നും ഇന്ന് ചിന്തിക്കുന്നില്ല. മുമ്പ് ഞാൻ ചിന്തിച്ചിരുന്നു, ഇങ്ങനെ അങ്ങ് സൃഷ്ടി നടത്തിയതൊക്കെ കഷ്ടം തന്നെയാണ്. ഈ ജനങ്ങളുടെ ക്ലേശങ്ങളും ദുരിതങ്ങളും ആദിവ്യാധികളും ഒക്കെ അനുഭവിച്ച് ജനങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടെന്ന് കാണുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, എന്താണ്
ഇത് അങ്ങ് സൃഷ്ടി നടത്തിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് അങ്ങ് സൃഷ്ടി നടത്തിയത് വളരെ കഷ്ടം തന്നെയാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ്? നോ ചേത് ജീവാ കഥം വാ മധുരതരമിതം ത്വദ്ബഭുശ്ചിത്രസാദ്രം. നോ ചേത് ജീവ, അങ്ങ് ഇങ്ങനെ സൃഷ്ടി നടത്തിയില്ലായിരുന്നു എങ്കിൽ, ഇങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ, ജീവ ഭൂമിയിൽ ഈ ജീവൻ എടുത്തവര് കഥം വാ പറയുന്നതാണ് എങ്ങനെയാണ്? മധുരതരമിതം ത്വദ്ബഭുശ്ചിത്രസാദ്രം, ഈ മധുരതരവും ചിത്രസാദ്രവുമായിട്ടുള്ള ത്വദ്വപു അങ്ങയുടെ ആ ശരീരത്തെ, മധുരതരമിതവും ചിത്ത് പറഞ്ഞ എന്താണ്? ജ്ഞാനവും ആനന്ദവും നിറഞ്ഞിട്ടുള്ളത്, ആനന്ദവും ജ്ഞാനവും നിറഞ്ഞിട്ടുള്ള ആ രസാദ്രമായിട്ടുള്ള അങ്ങയുടെ ഈ ശരീരത്തെ നേത്രൈ ശ്രോത്രൈശ്ച പീത്വ, നേത്രൈ പറഞ്ഞ കണ്ണുകൾ കൊണ്ട്, ശ്രോത്രൈ പറഞ്ഞതാണ് ചെവികൾ കൊണ്ട്, പീത്വ പറഞ്ഞ കുടിച്ചിട്ട്, നേത്രൈ ശ്രോത്രൈശ്ച പീത്വ എന്ന് പറഞ്ഞ കണ്ണുകൾ കൊണ്ടും ചെവികൾ കൊണ്ടുമൊക്കെ നുകർന്നിട്ട്. അപ്പോൾ നേത്രങ്ങൾ കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യുക? ഈ കാർമേഘത്തിൻ്റെ വർണ്ണമുള്ള ഭഗവാനെ ഇങ്ങനെ കണ്ടുകൊണ്ട് അതിന് ആനന്ദം അനുഭവിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രോത്രൈശ്ച പീത്വ പറയുമ്പോൾ നമ്മൾ ഭഗവാന്റെ സ്തോത്രങ്ങളും കീർത്തനങ്ങളും ഒക്കെ ശ്രവിച്ചുകൊണ്ട് അതിലിങ്ങനെ ആനന്ദം അറിയുകയാണ്. ശ്രോത്രൈശ്ച പീത്വ പരമരസസുധാംഭോധിപൂരേരമേരൻ, ആ പരമരസമാകുന്ന, രസം പറഞ്ഞ ആനന്ദം, പരമാനന്ദമാകുന്ന സുധ പറഞ്ഞ എന്താണ്? അമൃതം. ബോധി പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രം. പരമരസമാകുന്ന ആ അമൃതമാകുന്ന ആ സമുദ്രത്തില്, സമുദ്രത്തില് രമേരൻ എന്ന് പറഞ്ഞതാണ് ഈ ഇങ്ങനെ രമിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് ഇങ്ങനെ ആ സമുദ്രത്തിൽ ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അങ്ങ് ഈ സൃഷ്ടി ഇങ്ങനെ നടത്തിയത് കൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ സാധിച്ചത്. വീണ്ടും ഇങ്ങനെ സൃഷ്ടി നടത്തിയത് കൊണ്ടല്ലേ ഈ ഭഗവാന്റെ ഈ ഇതൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ ആനന്ദിക്കുവാനും, നേത്രൈ ശ്രോത്രൈശ്ച പീത്വ, ഈ ഭഗവാനെ കണ്ടുകൊണ്ടും അതുപോലെ തന്നെ ഈ ഭഗവാന്റെ കീർത്തനങ്ങളും എന്താ പറയുക സ്തുതികളും ഒക്കെ കേട്ടുകൊണ്ട് നമുക്കിങ്ങനെ ആ പരമരസമാകുന്ന അമൃതത്തിൽ ഇങ്ങനെ ആറാടിക്കൊണ്ട് ഇരിക്കാൻ നമുക്ക് പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ ഇങ്ങനെ സൃഷ്ടി തന്നത് കൊണ്ടല്ലേ. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു ഈ സൃഷ്ടി തന്നത് വളരെ തെറ്റായിരുന്നു എന്ന്. ഭഗവാൻ ഇങ്ങനെ സൃഷ്ടിച്ചത് വളരെ തെറ്റായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് മാത്രമാണ് എനിക്കിന്ന് ഈ ഭഗവാനെ കാണാനും ആ ഭഗവാനിലെ ആ പരമാനന്ദ രസത്തിൽ ഇങ്ങനെ ആറാടി ഇങ്ങനെ ജീവിക്കുവാനും കഴിയുന്നത് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. കഷ്ടാദേ സൃഷ്ടിചേഷ്ട ബഹുധര ഭവഖേദാവഹാ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമചിതമയാ നൈവ മദ്യാപി ജാനേ നോ ചേത് ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിത്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടി അമർത്തണം കേട്ടോ. അപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോ കാണാതെ പോകും. അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം പൂർണ്ണമത പൂർണ്ണമിതം
പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.